ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ചിന്തമ്മ ബ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സത്യം പറയാലോ, നമ്മൾ യാത്ര പോയ എൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് രാത്രിയിലല്ലേ പോയത്, അതുകൊണ്ടുണ്ടല്ലോ ഇൻട്രോ ഒന്നും എടുത്തില്ല. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വല്ല ഇൻട്രോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ സത്യം പറഞ്ഞാൽ ഒന്നിനും സമയം കിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ, എന്താ പറയുക, കടകളിൽ കൂടെ എല്ലാം കയറി ഇറങ്ങിച്ചേയും തിരക്കും കാര്യങ്ങളും കാരണം ഇൻട്രോ എടുക്കുന്ന കാര്യം മറന്നുപോയി. ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കി, ഇപ്പം ഇൻട്രോ ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു നല്ല എന്നാ ഇവൻ്റെ പേരെന്നാണോ എന്ന് ദൈവമേ എനിക്കറിയത്തുമില്ല. ഇവന്മാരെ കാണിച്ചുകൊണ്ട് അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ച്. അതൊക്കെ കുമളിയിലല്ലേ ലൈറ്റ് കണ്ട് കുമരൻ തങ്കമാളിക സിൽക്കും ഉണ്ട്. അത് ഗോൾഡാണ്, ജ്വല്ലറിയാണ്. അവിടെ തന്നെ സിൽക്സും ഉണ്ട്. പോർച്ചുഗീസിൻ്റെ അതേമാതിരി ഇതുണ്ട്, ജ്വല്ലറി ഉണ്ട്. ഗണപതി സിൽക്സിൻ്റെ ജ്വല്ലറി ഉണ്ട്. കോമ്പറ്റീഷന് വരും 3 പേര്. ഇതിന് വലിയ കടകൾ ഗാന്ധിപുരത്താണ് തുണീൻ്റെ ഇതേ കടകൾ വരും 3 പേർക്കും. ഇത് ഗ്രാൻഡായിട്ട് ഗാന്ധിപുരത്തുണ്ട്. 7-8 സ്ഥലമാണ് തുണീൻ്റെ മെയിൻ. ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് ചെറിയ ചെറിയ സന്ധില്ല, നമ്മൾ ബാംഗ്ലൂർ ഇതുമാതിരി ബോംബെയിലെ മാതിരി നടന്നു പോകാൻ പറ്റും. ഇതിൻ്റെ ബാക്കിലൊക്കെ ഹോൾസെയിൽ കടകളാണ്. ഇതില്ല നൈറ്റി, അത് ഇങ്ങനത്തെ ടോപ്സ്, ഇതിൻ്റെ പിറകിലുള്ള ലോട്ടറിക്കട ഇല്ലാത്ത ഭാഗ്യം ഇവിടെ. അതെ അതെ, ലോട്ടറിക്കട ഉണ്ട്. ഇതിൻ്റെയൊക്കെ പൈസ പോയത് സ്റ്റോപ്പ് ചെയ്തല്ലോ. തമിഴ്നാട്ടിൽ ലോട്ടറി ഇല്ലല്ലോ. കേരളത്തിലല്ലേ ലോട്ടറി. പേര് മാത്രമേ കാണിക്കുന്നതിൻ്റെ താഴ്ഭാഗം കാണിക്കും. അല്ല, റൈറ്റ് തന്നെ പിടിക്കും. ഇത് തന്നെ പിടിച്ചോ. അവിടെ തന്നെ റൈറ്റ് എടുത്താൽ ലെഫ്റ്റ് സൈഡ് കാണും. അടുത്ത ഘട്ടത്തിൽ റൈറ്റ് ആണ്. മൊത്തം കത്തി നിൽക്കുമായിരുന്നു. എല്ലാത്തിനും ഉണ്ട്. വണ്ടി നമ്മളവിടെ കൊണ്ടുപോയി കൊടുത്താൽ മതി. ടോക്കൻ തരും. ഗണപതി സിൽക്ക് വലിയ വലിയ കടകളാണ് ഈ സൈഡ് മൊത്തം അല്ലേ. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടല്ലേ ഞങ്ങൾ ആരുടെ വീട്ടിലോട്ടാണ് ഈ ചെന്നിരിക്കുന്നത്. രാത്രി 3 മണിക്കാണ് ചെന്നത്. അതുകൊണ്ട് നമുക്ക് 3:30 ആയപ്പോഴാണ് ചെന്നത്. അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. ആ സമയത്ത് നമ്മളിപ്പോൾ എന്ത് ചെയ്യും, നമ്മളെ ഇവിടെയൊക്കെ ഇങ്ങനെ കറക്കാൻ കൊണ്ടുവന്നേക്ക് കാണുക കേട്ടോ. പുറത്ത് എന്താ പറയുക, ഏതെങ്കിലും വേണമെങ്കിൽ കയറുന്നെങ്കിൽ കയറിക്കോ, ഇപ്പോഴാണെങ്കിൽ ഫ്രീ ആയിട്ട് കാര്യങ്ങൾ നടക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജോണും കണ്ണനും കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് കൂടെയുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഏരിയ ആണ്. നമ്മൾ വേറെ ഇവർക്ക് പർച്ചേസിനുള്ള സ്ഥലത്തേക്ക് പോയപ്പോൾ കണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഏതാ സ്ഥലമെന്നൊന്നും പറഞ്ഞുതരാൻ എനിക്കറിയത്തില്ല. നിങ്ങളൊക്കെ അറിയാവുന്നവരൊക്കെ മനസ്സിലാക്കിക്കോ, അതേ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ ആങ്ങളെയും കണ്ണനും കൂടെ ഫ്രണ്ടിലിരിപ്പുണ്ട്. അവർ ഭയങ്കര ലോക കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പോകണം കേട്ടോ. ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ടോ ഒരു പാലം. ഇത് പാലം പണി തീർന്നിട്ടില്ലേ. എൻ്റെ പൊന്നെ ഞാൻ കാണിച്ചു തരാം. കുറേ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. 23-25 കിലോമീറ്റർ ദൂരം ആ പാലമാണെന്നാണ് പറഞ്ഞത് കേട്ടോ. എൻ്റെ പൊന്നെ ഭയങ്കര സംഭവം തന്നെ കേട്ടോ, ഭയങ്കര സംഭവം തന്നെ, പറയാണ്ടിരിക്കാൻ മേല. പിന്നെ ഇപ്പോൾ സമയം എന്നായെന്നറിയോ, ഇപ്പം രാവിലെ ഒരു 7 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. അതെ, ചേട്ടായി എന്നാണ്ടൊക്കെ കാണിച്ച് വീഡിയോ എടുക്കുന്നുണ്ട്. പാവം ജോണുണ്ടല്ലോ, ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല കേട്ടോ. അവൻ ഇവിടെ തുടങ്ങി അവിടെ വരെ വണ്ടി ഓടിച്ചു. അല്ല, കുമിളി വരെ പിന്നെ കണ്ണൻ ഓടിച്ചു. അത് കഴിഞ്ഞപ്പം ജോണ ഓടിച്ചേ. ഇവർ സുഖമായിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി. ചേട്ടായി ഇച്ചിരി നേരമൊക്കെ കണ്ണടച്ചു, ഞാനും ഇച്ചിരി നേരമൊക്കെ കണ്ണടച്ചു. ജോണ് കണ്ണടച്ചിട്ടേ ഇല്ല കേട്ടോ. അതുകൊണ്ട് അവൻ വാടി കുത്തി അപ്പുറം ക്ഷീണിച്ചിരിക്കുന്നത് പുറകിൽ. സത്യം പറഞ്ഞാൽ ഉറക്കം തൂങ്ങിയിരിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ റീനായും നേരത്തെ എണീറ്റതുകൊണ്ടുണ്ടല്ലോ അവളും ഇരുന്ന് ഉറങ്ങുക. പാവം എനിക്ക് തോന്നി ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴേ ഇത് ഞാൻ കണ്ടത് കേട്ടോ, സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇത് കണ്ടോ പാലം കണ്ടോ. എൻ്റെ അമ്മയെ മേപ്പാലം എന്ന് വെച്ചാൽ ഒരു ഭയങ്കര സംഭവം തന്നെ കേട്ടോ. നമ്മൾ എറണാകുളത്തൊക്കെ മെട്രോയുടെ ഇങ്ങനത്തെ കണ്ടിട്ടുണ്ടോ, എന്നാലും ഇത് മെട്രോയുടെ അല്ല കേട്ടോ, ഇത് റോഡാണ്. മുകളിൽ കൂടെ വണ്ടി പോകുന്നത് തന്നെയാണ് കേട്ടോ. എൻ്റെ അമ്മോ സംഭവം പൊളി. എന്തായാലും കണ്ണൻ ഇങ്ങനെ ഓരോന്നെല്ലാം നമ്മുടെ ആങ്ങളോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിനനുസരിച്ച് എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ കടകളുടെ കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ കണ്ണൻ്റെ വൈഫിൻ്റെ
അമ്മയുടെ ചേച്ചിയുടെ വീടുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്കും പോകുന്നുണ്ട്, അതൊക്കെ കാണിച്ചു തരാം. അതിനു മുമ്പ് ഈ പോകുന്ന ഈ വഴിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നിയതുകൊണ്ട് ഞാൻ എടുത്താണ് കേട്ടോ. കാണാൻ നല്ല രസമില്ലേ, എന്ത് ദൂരം ഉണ്ടെന്നറിയാമോ. പക്ഷെ ഞാൻ കുറച്ചെടുത്തിട്ട് പിന്നെ കട്ടാക്കിയതാണ്. തമാശയും ചിരിയും വർത്താനവുമാണ്. പക്ഷേ ഉണ്ടല്ലോ വണ്ടിക്ക് അത് പാട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞായിട്ട്, അത് ശ്രദ്ധിച്ചില്ല വീഡിയോ എടുത്തപ്പോൾ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എനിക്ക് വോയിസ് കൊടുക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ എല്ലാവരുടെയും കൂടെ കോമഡി ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ ചിരിക്കാനുള്ള ഉണ്ടായിരുന്നു കേട്ടോ. എന്നെയാണ് എല്ലാവരും ഇട്ട് കളിയാക്കിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പം എൻ്റെ ആങ്ങളെ ഏറ്റുപിടിക്കും, എൻ്റെ ആങ്ങളെ വിട്ടു കൊടുക്കത്തില്ല. അന്നേരത്തേനും അങ്ങനെ ആയിരുന്നു, നല്ല രസമായിരുന്നു. ഇതെന്താണെന്നറിയാമോ, ഇവിടെ നല്ലൊരു ഭംഗിയുള്ള സ്ഥലം കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ്. പിന്നെ നിങ്ങൾ ബോർഡൊക്കെ വായിച്ച് നോക്കിയാൽ മതി, ഓരോ സംഭവങ്ങൾ കാണുമ്പോഴും എടുക്കുന്ന. ചേട്ടായി എടുത്തുകൊണ്ട് കേട്ടോ കുറച്ച് ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോഴേ, മെഡിക്കൽ കോളേജോ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ കണ്ടപ്പോഴൊക്കെ എടുത്തുകൊണ്ട്. ഇപ്പം സമയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 7 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ, രാവിലെ 7 മണി. അന്നേരമാണ് ഇത്രയും തിരക്കും കാര്യങ്ങളും. 8 മണിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ സ്കൂൾ ടൈമും കൂടെ ആയാൽ ഭയങ്കര തിരക്കാവും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഒന്നും നമുക്ക് എടുക്കാനായിട്ട് വരില്ല. രാവിലെ എണീറ്റെന്ന് പറയാനായിട്ട് 3:30 ആയപ്പോൾ ചെന്നു, 4-4:30 വരെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു. 5 ആയപ്പോൾ വീണ്ടും കിടന്നു, 6 ആയപ്പോൾ എണീറ്റു. പെട്ടെന്ന് തല്ലിക്കൂട്ടി പെട്ടെന്ന് 2 ഇഡ്ഡലിയൊക്കെ കഴിച്ചു. ഇത് കണ്ടോ ഇതാണ് അവിടുത്തെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ, കോയമ്പത്തൂരിലെ. അപ്പം അതൊക്കെ ഫ്രണ്ടിലിരുന്ന ആൾ പറഞ്ഞു തരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അന്നേരത്തിന് പെട്ടെന്ന് ഇറങ്ങിയതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റില്ല, മോളെ പോലും കാണിക്കാൻ പറ്റില്ല. അതിന് പിന്നെ ക്ലാസ്സും ട്യൂഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അത് ഭയങ്കര ബിസിയാണ് കേട്ടോ. അതിനെ കണ്ട് കിട്ടാനായിട്ട് സമയമില്ലായിരുന്നു, ഇച്ചിരി സമയം പോലും. അതുകൊണ്ട് എന്നോട് പറഞ്ഞേക്കാം, ഇനി സിന്ധുമ്മ വരുമ്പോൾ എൻ്റെ സ്കൂൾ അവധിക്ക് അല്ലാണ്ട് വന്നേക്കരുത്, എനിക്ക് സിന്ധുമ്മയുടെയും പപ്പാടേയും കൂടെ ഇരിക്കാൻ പറ്റിയില്ല, കറങ്ങാൻ പറ്റിയില്ല, കളിക്കാൻ പറ്റിയില്ല ഇതെല്ലാം പറഞ്ഞു കേട്ടോ. ഇതാണ് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജാണെന്ന് തോന്നുന്നു കേട്ടോ. അത് ചേട്ടായിയാണ് ആ സൈഡിൽ ഇരുന്ന് വീഡിയോ എടുത്തത്. അപ്പോൾ ഓരോന്നോരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടപ്പോൾ എടുത്തേക്കുന്നതാണ് കേട്ടോ. ഇത്രയും ദൂരം ഉണ്ടെന്നോ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നാണോ നമ്മൾ രാത്രി പോയപ്പോൾ ഉണ്ടല്ലോ ഒരു മനുഷ്യ കുഞ്ഞുങ്ങളില്ലായിരുന്നു, ഒരു വണ്ടിയില്ല, ഒന്നുമില്ല. ലാസ്റ്റ് ഇവിടെ ഒരു സ്ഥലത്തിന് തന്നെ അത്ര വാടകയുണ്ട്, ഒരു സെന്റിന് ഇവിടെയൊക്കെ 1 ചെയ്യാറാണ്. തന്നെ ആയിരിക്കണം. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി കേട്ടോ. റീനയാണ് ആ നീല ടോപ്പൊക്കെ ഇട്ട് ചുരിദാറൊക്കെ ഇട്ട് പോകുന്നത് കേട്ടോ. ജോണ് അതിൻ്റെ ഫ്രണ്ടിലത്തെ ജോണ്, കണ്ണൻ നിക്കറ് നോക്കിയിട്ടുണ്ട് കേട്ടോ. ചേട്ടായി ഉണ്ടല്ലോ ജോണിനോട് നിക്കർ എടുക്കട്ടെ കണ്ട് ചോദിച്ചപ്പം നിക്കറും ഒന്നും വേണ്ട, പാൻറ്റും ആയിട്ട് വന്നിച്ചാൽ മതി പറഞ്ഞു. എന്നിട്ട് പിന്നെ കണ്ണൻ കൊണ്ടുവന്നപ്പോൾ ചേട്ടായിക്ക് ഒന്നും പറയാനില്ല കേട്ടോ. എന്നിട്ട് ജോണ് കളിയാക്കായിരുന്നു. എന്നെയാണ് ഇവിടെ എല്ലാവർക്കും ഭരണം. കണ്ണൻ ചേട്ടൻ കാണിച്ചിട്ട് ഒരു കുഴപ്പമിരുന്നു, ഭയങ്കര ചൂടാടാ പോളാ എന്നും പറഞ്ഞ് കണ്ണൻ നടപ്പുണ്ട് കേട്ടോ. ഏതൊക്കെയോ കടകൾ തപ്പി നടക്കുവാണ് കേട്ടോ. അവരുടെ സാധനങ്ങൾ അവർ പർച്ചേസ് ചെയ്യാൻ വന്നേക്കുന്ന സാധനങ്ങളൊക്കെ തപ്പി നടക്കുവാണ് കേട്ടോ. എൻ്റെ പൊന്നു മാതാവേ ഒന്നും പറയണ്ട. ഇവിടെ നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടോട്ട് വന്നേക്കുന്നത് ജോണിൻ്റെ കൊച്ചിന് കാറോ ബൈക്കോ ഒക്കെ മേടിക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഇതൊക്കെ ഒറിജിനലാ വല്ല ഫേസ് അതെ അല്ലേ, എൻ്റെ പൊന്നേ മതി. ടയറൊക്കെ പോയി, സൈക്കിൾ ഐറ്റംസ് എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. മെയ്ഡ് ഇൻ ചൈനയെ വല്ലതും ആയിരിക്കും, അറിയത്തില്ല, ഇവിടെ തന്നെ ആയിരിക്കും. പോലീസ് ജീപ്പൊക്കെ ഇരിക്കുന്നു കേട്ടോ. ദൈവമേ, സ്കൂട്ടറിൽ മണ്ടയിലോട്ട് കയറി പോകാം നമുക്ക്. ഏതായാലും തന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ, സൈക്കിളിൽ സാധനങ്ങളൊക്കെ 2 പേരും ഇരുന്ന് ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾ മുകളിൽ തന്നെ നെല്ലിലോട്ട് കയറി പോവുകയാണ്. ഇതന്നെ ആ സംഭവങ്ങൾ ഒന്നും പറയണ്ട, ഏതൊക്കെ സൈസ് വേണോ അതെല്ലാം ഉണ്ട്. അതിനെതിരെ ഇതിനെതിരെ പറഞ്ഞേ 8,500. മുപ്പത് രൂപയോ?
അത് കുഴപ്പമില്ല. എൻ്റെ ഒന്ന് ഇതൊക്കെ പോയ സംഭവങ്ങൾ കേട്ടോ. ഓ ഈ സംഭവം തന്നെ എന്താ പറയണ്ടേന്ന് അറിയുന്നില്ല കേട്ടോ. എൻ്റെ മോനെ ഇങ്ങോട്ടേക്ക് കിങ്ങിണി മോളെ ഒക്കെ കൊണ്ട് ഇറക്കി വിടാങ്കി ഏതാ ചോലയോ 13,500. എൻ്റെ അമ്മ ഇപ്പഴത്തെ ഒരു വെള്ളം ഇരിക്കുന്നു. സാധനം കൊള്ളാം. അതെ സാധനം കൊള്ളാം. ഭയങ്കര വിലയാ, ഏറ്റവും വിലയാവും. അതെ കട്ടപ്പനയിൽ ഉപ്പ് പറയുന്നൊക്കെ മേടിച്ച ഈ എടുക്കുക. ഇങ്ങനത്തെ ഒരു വണ്ടി മേടിച്ചിട്ട് എൻ്റെ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്ക് കൊടുക്കണമെന്നൊക്കെ എൻ്റെ ആങ്ങളെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾക്ക് കൊടുക്കണമെന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ തന്നെ ഒരു ചേട്ടൻ ഇന്ന് റെഡി ആക്കുന്നുണ്ട് കേട്ടോ, ഒരു പ്രായമുള്ള ചേട്ടൻ കേട്ടോ. ആർക്കാ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളുടെ പേരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരു വണ്ടി മേടിച്ച്. ഏത് വണ്ടിയായിരുന്നു? മറ്റേ കാറ്. കാറ്. ഓക്കെ, ഞാൻ ആ കാര്യം ഇട്ടു. അപ്പം 2 കട കയറിയപ്പോഴത്തേനും വില വ്യത്യാസമൊക്കെ വന്നിട്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ജോണിൻ്റെ കൊച്ചിനാണ് എടുത്തേക്കുന്നത്. അയ്യോ ഞാൻ അതെ 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 വന്നതെന്ന് അറിയാവോ? നമ്മൾ കോയമ്പത്തൂരിനാണ് വന്നേക്കുന്നത് കേട്ടോ. കോയമ്പത്തൂർ വന്നു. കുറേ സാധനങ്ങൾ അവർക്ക് പർച്ചേസ് ഉണ്ടായിരുന്നു. ഈ വണ്ടിയുടെ കേട്ടുന്നുണ്ടോ? ഞങ്ങൾ കറക്കമൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. പക്ഷേ മോള് സ്കൂളിൽ പോയേക്കുക. ഞങ്ങൾക്ക് ഇന്ന് തന്നെ തിരിച്ചു പോകണം. പിന്നെ അതുകൊണ്ട് മോളില്ല. ആങ്ങളെ ഉണ്ടായിരുന്നു. ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആങ്ങളെയും പുറത്തോട്ടൊരു അത്യാവശ്യം എമർജൻസി കേസിന് പോയി കേട്ടോ. അപ്പം വേണ്ട റീനായും കൂടെ കൂടി എന്നാണ്ടൊക്കെ കയറ്റുന്നുണ്ട്. ഈ ബാഗ് നമ്മുടെ ബാഗ് എടുത്തുകൊണ്ട് ഞാനവിടെ കൊണ്ട് വെച്ചതാണ്. കാരണം അതിന് ഇപ്പോൾ ഇറക്കിയതാണ് കേട്ടോ. കുറച്ച് സാധനങ്ങളെല്ലാം കയറ്റുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നമുക്ക് വീണ്ടും ഒന്നുകൂടെ വരാനായിട്ട് പറ്റി കേട്ടോ. പക്ഷേ കൊച്ചിനെ കണ്ടില്ല, കൊച്ചില്ല. അതുകൊണ്ടാണ് കൊച്ചിനെ വീഡിയോക്കകത്ത് കാണിക്കാത്ത കേട്ടോ. എന്താ അയ്യോ ഇടയ്ക്ക് വീഡിയോ കോളൊക്കെ വരാം. അതൊരു സെൽഫി കറച്ചും കൂച്ച കേട്ടോ. ഞങ്ങൾ പോകുന്നത് ഇഷ്ടമില്ല. ഇതുണ്ട് ദൈവം അവിടെ ഗേറ്റ് അടച്ചു വെച്ചു. ഗേറ്റ് അടയ്ക്കണ്ട. ശരി മോനെ, ഞങ്ങൾ ഇടയ്ക്ക് വരാം. പൊന്നെ കരച്ചിലും വീഴ്ചയിലും ഒക്കെ ആയിട്ട് ഇതിപ്പോൾ ജോണ് കളിയാക്കും കേട്ടോ. പക്ഷെ നാമക്കേടെന്ന് ഒക്കെ ഉള്ളത് അല്ലേ. സ്നേഹക്കണ്ണുനീരാണ് അല്ലേ. കൊച്ചിനോട് പറയേ, ആങ്ങളോടും പറ, കൊച്ചിനോടും പറ, മമ്മിയോടും പറ. മതി പൊട്ടിക്കറി നമ്മുടെ കൂടെ നിന്നില്ലേ. അതാണ് നമുക്ക് വേണ്ടിട്ടാ. നമുക്ക് വേണ്ടി ഇത്രയും നേരം നിന്നു. സത്യം. കടയിൽ ഇപ്പൊ നിങ്ങളുടെ മനസ്സ് രണ്ടുപേരും കടയിലല്ലേ. അതെ അതെ അതെ. എന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും സമയം നിന്ന്. എൻ്റെ ദൈവമേ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം കുറേ അല്ല 1-2 മാസം മുമ്പ് ഒന്ന് വന്നു അല്ലേ. അത് വേറെ വീട്ടിൽ വന്നല്ലേ.
നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ നിറച്ച് പൂക്കളായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാനും കൊച്ചുകൂടി ഇതിലെല്ലാം നടന്ന് റീൽസൊക്കെ എടുത്തതാ. അപ്പോൾ പൂക്കളൊന്നും ഇല്ല ഈ പ്രാവശ്യം. അപ്പോൾ നമ്മൾ മെയിൻ എൻട്രൻസിൻ്റെ റോസ്മോളെ ഫോൺ വിളിക്കും. പിന്നെ റോസ്മോൾ വൈകിട്ട് ചെല്ലുമ്പോൾ അറിയാമല്ലേ കിടപ്പുണ്ട്, എങ്ങനെയൊക്കെ ഇരിപ്പുണ്ട്, ഏതൊക്കെ സ്ഥലത്തിരിപ്പുണ്ട്. ഇവര് രണ്ടും കൂടെ മാറത്തില്ലല്ലോ കടയിൽ നിന്ന്. ഇവര് രണ്ടും കൂടെ ഇങ്ങനെ പോകുന്നതുകൊണ്ടാണ് ഇന്ന് ഞങ്ങള് തിരിച്ചു പോകുന്നത്. അല്ലേ ഞങ്ങൾ ഇന്ന് ഇവിടെ അങ്ങനെ വണ്ടിയായിരുന്നെങ്കിൽ നമ്മൾ തിരിച്ചതേ ഇനി ഒരു ദിവസം വരാം. ഇനി നമുക്ക് ഒരു ദിവസം വരാം. 2 ദിവസം പ്ലാൻ ചെയ്താ വന്നേന്ന്. ഞാൻ വെള്ളിയാഴ്ച പോകണമെന്ന് ഉദ്ദേശിച്ചാ വന്നത്. എന്റെ കണ്ണ ഇറക്കി വിട്ടേ. അങ്ങനെയല്ല, നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോ നമ്മൾ എപ്പോഴും അത് ശരിയാടാ, ഒരു ദിവസം അത് ശരി. അവിടെ വരുമ്പോ നമുക്ക് ഇവിടെ കൊണ്ട് വരാം. അപ്പോൾ അവിടുന്ന് വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി മെയിൻ റോഡിലോട്ട് ഇറങ്ങി കേട്ടോ. എന്താ പറയുന്നത്, ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു കോമ്പൗണ്ടിൻ്റെ ഏരിയയാണിത്. എന്തൊരു സ്ഥലമാണെന്നറിയോ. ഞങ്ങൾ രാവിലെ ഇതിലേക്ക് കൊണ്ടുപോയപ്പോൾ പറയായിരുന്നു ഇത്ര ഏക്കറുണ്ട്, എന്ത് കുഞ്ഞുങ്ങൾ പഠിച്ചിറങ്ങുന്നതെന്നറിയാവോ, എല്ലാവിധ സൗകര്യങ്ങളും എല്ലാം ഉണ്ടെന്ന് കേട്ടോ. അങ്ങനെ എല്ലാം പറഞ്ഞ് തന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ പറയുന്നത് കേട്ടോ. അപ്പം കണ്ണനോട് ജോണ് പറയുന്നുണ്ട്, കണ്ണൻ ചേട്ടാ ചെറുതായിട്ടൊന്ന് സ്ലോ ചെയ്ത് കൊടുത്തേ, ഇത് എടുക്കട്ടെ. ഇത് നമ്മളൊന്ന് ഇട്ടിട്ടുള്ളതാണ്, എന്നാലും നമുക്ക് ഇവിടെയൊക്കെ കാണുമ്പോഴേ എന്നാ പറച്ചിൽ പറഞ്ഞാലും മനസ്സിലൊരിത് തോന്നത്തില്ലേ. കണ്ടോ, അവിടെ നിന്ന് കുഞ്ഞുങ്ങൾ പഠിച്ചിറങ്ങിയ കുഞ്ഞുങ്ങളാന്ന് തോന്നുന്നു കേട്ടോ. അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നു. നല്ല ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാനായിട്ട് കേട്ടോ. നല്ല ടൗൺ ഏരിയ ആണെന്ന് ചോദിച്ചാൽ അതേതാനും, പക്ഷെ ഒതുങ്ങിയ ഒരു സ്ഥലവും. ഇതൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ എന്നാ യൂട്ടേൺ എടുക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. എന്നോ ഭംഗിയാണ് നീ കാണാനായിട്ട്. ചിലയിടത്തൊക്കെ രാത്രി വരണം, നല്ല രസമാട്ടോ. നിറച്ച് ലൈറ്റുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഇപ്പം നമ്മൾ കണ്ണൻ്റെ എന്താ പറയുക അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലോട്ടാണ് പോകുന്നത് കേട്ടോ. കണ്ണൻ പറയായിരുന്നു എൻ്റെ പൊന്ന് സിന്ധു ചേച്ചി ചെന്ന് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, വടയുണ്ടാക്കി അതുണ്ടാക്കി ഇതുണ്ടാക്കി തീറ്റിക്കാനായിട്ട് അമ്മേനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നൊക്കെ പറയാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ നല്ലൊരു കാഴ്ചയുണ്ട്. ഇതേ കണ്ടോ, കളവണ്ടി വരുന്നുണ്ടോ, ഒരു ലൈസൻസും വേണ്ട പെട്രോളും വേണ്ട അല്ലേ. അപ്പം ഇവിടെ അടുത്താണ് കേട്ടോ, അമ്മയുടെ വീട് അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് അവിടെ ഒന്ന് പോയിട്ട് വരാം. അത് ശരി. ഓ ലവേഴ്സും ഒക്കെ ഉണ്ടല്ലോ. അത് പിള്ളേർ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ അയ്യോ അതാ കടിച്ചിങ്ങി കടിച്ചിങ്ങി കഴിഞ്ഞു. ആ ശരി. അയ്യോബി കോളനിയിലെ ഞങ്ങൾ വന്നെ. അല്ല അയ്യോബി കോളനിയിലെ ഞങ്ങൾ പോയത്. കണ്ണൻ്റെ ഭാര്യയുടെ അമ്മയുടെ ചേച്ചിയുടെ വീടാണ് കേട്ടോ. കണ്ടോ, എന്നാലും ഈ ഒരു വാർത്തയേ ഉള്ളൂ കേട്ടോ. ദൈവമേ, ഇവിടെ ഒരു അച്ഛനൊക്കെ ഉണ്ട്. ഇവനാണ് ഇവിടുത്തെ വലിയ താരം കേട്ടോ. ഞാൻ ഒരു വിധത്തിൽ പേടിച്ചങ്ങോട്ട് കയറിയ. എന്നാടാ ഈ സുന്ദരിയാണല്ലോ മുഖമൊക്കെ. എന്നാ അങ്ങനെ അവിടുന്ന് വേഗം ചായയൊക്കെ കുടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ. കഴിവതും നേരത്തെ തന്നെ വീട്ടിലെത്താം എന്നുള്ള കണ്ടീഷനിൽ, ഒരു 12 മണിയെങ്കിലും രാത്രി ആകുമ്പോഴത്തേനും എത്താം എന്നുള്ള കണ്ടീഷനിൽ അവിടെ നിന്ന് ഇറങ്ങി. വരുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ ചുമ്മാ ഇങ്ങനെ രസം കണ്ടപ്പോൾ, ഒരു ഭംഗി കണ്ടപ്പം ഞാൻ എടുത്താണ് കേട്ടോ. ഇനി ഇപ്പം തന്നെ സമയം ഇരുട്ടാറാവും. ഇപ്പം 5:30 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, ഇവിടെയൊക്കെയും വേറെ ഒരു പാലമാണ്. നമ്മൾ മുമ്പേ കണ്ട പാലമല്ല, ഇപ്പം വേറെ പാലമാണ് കേട്ടോ. ഉണ്ടോ, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ ഒന്ന് കടക്കണമെങ്കിൽ എന്നാ പാടാന്നറിയാം. അവിടുന്ന് ഇവിടുന്ന് എല്ലാം വണ്ടി കയറി വരും, അതാണ് ഒരു പ്രശ്നം. തിരിച്ചു വരുന്ന വഴി കേട്ടോ. വേണ്ട, ഇന്നലെ രാത്രി പോയതുകൊണ്ട് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതെ ചായ കുടിക്കുന്നുണ്ട്. മസാല ബോണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന് കഴിക്കാൻ പറഞ്ഞു. ഞാൻ പോയില്ല, ഞാനൊരു ചായ കുടിച്ചു കേട്ടോ. നിവർത്തിയിരുന്നു, ഭയങ്കരമായിട്ട് തലവേദന എടുക്കുന്നു. വണ്ടി യാത്രയുടെയാണെന്ന് തോന്നുന്നു. നല്ല കിണ്ണം കാച്ചിയ റോഡാണ് കേട്ടോ. ഒന്നും പറയാൻ പറ്റില്ല. ദൈവമേ എന്നോ സെറ്റ് വഴിയാ, എന്നെ സൂപ്പർ റോഡാണ്. ഒന്നും പറയാൻ പറ്റത്തില്ല, ഒറ്റ കൊടുക്കത്തെ റോഡ്. അയ്യോ സൂപ്പറാണ്. വണ്ടി വരുന്ന അറിയത്തില്ല, പക്ഷെ എനിക്ക് എന്നാണോ അവൾ പോരാൻ നേരം ഭയങ്കര കരച്ചിലും സങ്കടവും ഒക്കെ ആയിരുന്നു. ആ കൂടെ ഓർത്തിരുന്നിട്ടാന്ന് തോന്നുന്നു എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന എടുക്കുന്നു.
പോയിട്ട് ശാല സമയം പോലും അധികം സമയം ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടിയില്ല. ചെന്നു അമ്മയുടെ തന്നെ ഞങ്ങൾ പിന്നെ കടയിലൊക്കെ പോയില്ലേ. അപ്പം ഞങ്ങൾ ഇതിവിടെ സ്ഥലം എന്നാടേ പല്ലിടം എന്നോ അങ്ങോട്ട് പറയുന്ന സ്ഥലമാണ് കേട്ടോ. ചേട്ടായി അവിടെ പോയി നല്ല കാറ്റാണ് കേട്ടോ, നല്ല രസം, അടിപൊളി സംഭവം. ജോണൊക്കെ ഇറങ്ങി വരുന്നുണ്ട് അവിടെ. നമ്മൾ വന്ന് കുറേ സ്ഥലത്തെ ദൂരേന്ന് ഇവിടോട്ടേക്ക് വന്നു കേട്ടോ. എനിക്ക് കറക്റ്റ് പറഞ്ഞാലൊന്നും വന്നിട്ടില്ല കേട്ടോ. ഇവിടെ വന്ന് വണ്ടിയൊക്കെ നിർത്തി ചുമ്മാ അവരൊക്കെ ഒന്ന് എന്നാ പറയുന്നത് പുറത്തൊക്കെ ഇറങ്ങി നിൽക്കുക. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തി ഇറങ്ങിയൊക്കെയാണ് അതുകൊണ്ട് കണ്ടടി കണ്ടോ വണ്ടിക്കകത്ത് ഇത്രയും ദൂരം കണ്ണനാണ് ഓടിച്ചത്. ഇനിയിപ്പോൾ ജോൺ ഓടിക്കാനായിട്ടിരിക്കുക കേട്ടോ. നല്ല കാറ്റ്, നല്ല സുഖം ഇറങ്ങി നിന്നപ്പോൾ. അങ്ങനെ വീണ്ടും ഞങ്ങൾ വണ്ടി വിട്ടു. ഇപ്പം ജോണാണ് ഓടിക്കുന്നത് കേട്ടോ. അപ്പം കണ്ണൻ എന്നോട് പറഞ്ഞു സുനി ചേച്ചി ഫ്രണ്ടിൽ പോയിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഫ്രണ്ടിലായി. അപ്പം നന്നായിട്ട് ക്യാമറ വെച്ച് എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇപ്പം എനിക്ക് തോന്നി ഞാൻ ആദ്യം മുതലേ ഫ്രണ്ടിൽ ഇരിക്കേണ്ടതായിരുന്നു. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ കുറേ കാഴ്ചകളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതൊക്കെ നെക്സ്റ്റ് വീഡിയോയ്ക്കകത്ത് കാണിക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷങ്ങളൊക്കെ ഇത്രയും കൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക. കൂടുതൽ ആ ബെൽ ബട്ടനോട് ഒന്ന് ഇടിച്ചു പൊട്ടിച്ചേക്കണം കേട്ടോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നതിന് എല്ലാവർക്കും